ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൗമ്യ എഴുതിയിരിക്കുന്ന മേലേക്ക് പോകാം. മാഡം, എൻ്റെ പേര് സൗമ്യ, 27 വയസ്സുണ്ട്, വീട്ടമ്മയാണ്. എനിക്ക് ഒരു കുട്ടിയുമുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഫേമിലാണ്. രാത്രിയിലും രാവിലെയുമൊക്കെ പല സമയത്തായിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിനെ പറ്റി കുഴപ്പം പറയാൻ ഒന്നുമില്ല. വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. നല്ല ആരോഗ്യവും സൗന്ദര്യവുമുണ്ട്. പക്ഷേ ഈ ഒരു ജോലി കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ലേശം താല്പര്യം കുറവാണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് ഏതെങ്കിലും രീതിയിൽ ഒന്ന് പ്രേരിപ്പിച്ചാൽ മാത്രമേ ഉണർന്ന് എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. അങ്ങനൊരു സ്വഭാവമാണ്. അത് പിന്നെ ഞാൻ കാര്യമാക്കാറില്ല. കാര്യം എത്രയോ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഭർത്താക്കന്മാരെ കൊണ്ട്, ഭർത്താവിന് വീട്ടുകാരെ കൊണ്ട്. പക്ഷേ എനിക്കങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ടൗണിലേക്ക് മാറി. ഭർത്താവിന് പോക്കുവരവ് അതാണ് നല്ലത്. കമ്പനിക്കാർ തന്നെയാണ് ടൗണിന് ഒത്ത നടുക്ക് ആ കോട്ടേഴ്സ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ആ കമ്പനിയിൽ തന്നെ പല ബ്രാഞ്ചുകളുള്ള 2-3-4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു 5 വീടുണ്ട് ഇങ്ങനെ വാടകയ്ക്ക് എടുത്ത് ആ കമ്പനിയിലെ ആൾക്കാർ താമസിക്കുന്നത്. പിന്നെ അവരെല്ലാവരും തമ്മിൽ വലിയ ബന്ധമാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടാറുമുണ്ട്. അവിടുത്തെ ജോലിക്കാരാണല്ലോ എല്ലാം. പിന്നെ മാഡം, ഇത് ടൗൺ അങ്ങോട്ട് തുടങ്ങും, ഹൃദയഭാഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഇടമാണ്. അവിടെ വിശാലമായൊരു ഹൈവേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് കുറേയധികം സ്പേസുകളൊക്കെ ഉണ്ട്. അവിടെ വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ വിശ്രമിക്കും. പിന്നെ പകൽ സമയത്തൊക്കെ ലോട്ടറി വിൽപ്പനക്കാരും പിന്നെ ചെറിയ ചെറിയ കടയൊക്കെ ഉള്ളൊരു ഒക്കെയുണ്ട്. ജനനിബിഡമായ പ്രദേശം. എന്നാലോ ഹൈവേ ഇങ്ങനെ തുടങ്ങുമ്പോൾ കാണുന്ന കുറേ കച്ചവടങ്ങളും വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ശാന്തതയുമുണ്ട്, അതുപോലെ തന്നെ നഗരത്തിന് തിരക്കുമുണ്ട്. എൻ്റെ മോന് 3 വയസ്സായിട്ടില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ അടുത്തുള്ള ഒരു ഡേ കെയറിലാക്കിയിട്ട് പോകാം. ഒരു പ്രശ്നവുമില്ല. നല്ല സുരക്ഷിതമാണ്. അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും മോനെ അവിടെ ആക്കിയിട്ടാണ് പോവുക. എല്ലാത്തിനും ആളുകളുണ്ട്. പക്ഷേ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന വീട് എൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മറ്റു പലരും അവിടെ വന്നിരിക്കാറുണ്ട്. ആണുങ്ങളൊന്നുമില്ല കേട്ടോ, പെണ്ണുങ്ങൾ, മറ്റു വീട്ടിലെ സ്ത്രീകളും പിന്നെ അവിടുത്തെ കുട്ടികളുമൊക്കെ ഈ മുറ്റത്ത് വന്ന് ഇരിക്കുകയും ആ റോഡിലേക്ക് നോക്കിയിരിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു സിറ്റൗട്ടാണേ. അവിടെ ഇരുന്ന് സൊറ പറയുകയും ഗോസിപ്പ് പറയുകയൊക്കെ ചെയ്യാറുണ്ട് പെണ്ണുങ്ങളെല്ലാം കൂടി. പിന്നെ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഗാദറിങ്ങിനോ ഈ വീട്ടിലേക്കാണ് എല്ലാവരും വരുന്നത്. കടയിലൊക്കെ പോവുകയാണെങ്കിലും ഈ വീടിൻ്റെ മുറ്റത്തൂടെ വന്നിട്ടാണ് എല്ലാവരും പോവുക. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. എൻ്റെ അടുക്കളയിലേക്ക് അവിടുത്തെ സ്ത്രീകളിൽ പലരും കടന്നു വരും. എല്ലാവർക്കും തണ്ടും തടിയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിലും അവരൊക്കെ എൻ്റെ ഭർത്താവിനെ പുകഴ്ത്തി പറയും. എടി, കാണാൻ കൊള്ളാം, നല്ലൊരുത്തരുമാണ്. പക്ഷേ അവനാണെങ്കിൽ അധികമാരോട് മിണ്ടില്ല. സൈലൻ്റ് ടൈപ്പാണ്. പെണ്ണുങ്ങളെ നോക്കിയില്ല. ഈ നഗരത്തിൽ വന്ന് താമസിക്കുമ്പോൾ അതൊരു ഭാഗ്യമടി. നോക്ക്, ഈ വീടിന് മുന്നിൽ തന്നെ ഹൈവേയുടെ സൈഡിൽ എത്ര പെണ്ണുങ്ങളാ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. ഇവിടുത്തെ ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. പെണ്ണുങ്ങൾ മാത്രമാണോ? പെണ്ണുങ്ങളെപ്പോലെയൊക്കെ രൂപഭാവമുള്ള ചില ആൾക്കാരും നിപ്പുണ്ട്. ആണുങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും മതിയല്ലോ. അതൊക്കെ ഓർത്ത് എനിക്ക് പേടിയാടിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ആണുങ്ങൾക്കറിയില്ല. പിന്നെ ഇറങ്ങിപ്പോകുന്ന ആണുങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുകയെന്ന് നമുക്കെങ്ങനെ അറിയാം? വരുമ്പോൾ അവർ നല്ലവരായിട്ട് ഭാവിക്കും. നമ്മളും അതല്ലേ ഉള്ളൂ. അപ്പം അവരൊക്കെ പറയും, പൊടി, അങ്ങനെയൊന്നുമല്ല, ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ പോയിട്ട് വരും വരെ ഞങ്ങൾക്ക് ടെൻഷനാണെന്ന് പറയും. ഞാൻ പറയും, എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല. എൻ്റെ ഭർത്താവ് പോയിട്ട് തിരിച്ചു വരുമെന്ന് എനിക്കറിയാവുന്ന. അതാടി പറഞ്ഞത്, നീ ഭാഗ്യവതിയാ, അവന് നല്ല സ്വഭാവമാണെന്ന്. ആ, എനിക്കല്ലേ അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം അറിയൂ. ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ ഏത് രീതിയിലാണെന്ന് ആർക്കറിയാം? ചിലപ്പോൾ എൻ്റെ ഭർത്താവിനേക്കാൾ ഏറ്റവും നല്ല ആളുകൾ തന്നെയായിരിക്കും. കാര്യം ഇങ്ങേത് സ്ലോ ടൈപ്പാണല്ലോ. ലോകത്തിലുള്ള ഒരാണുങ്ങളും ഇയാളെപ്പോലെ ആവില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ഇത്തിരി കുറവുകളുണ്ടെങ്കിൽ സഹിക്കണമെന്ന് എൻ്റെ അടുത്ത ഫ്രണ്ടും പറയും. പക്ഷേ ഇവിടെ എല്ലാവരോടും ഞാൻ ഒരുപോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ 1 വർഷത്തിന് മുമ്പ് ഒരു കോട്ടേഴ്സ് മാറിയിട്ട് അവിടെ വേറൊരു ഭാര്യയും ഭർത്താവും വന്നു. അവരും എൻ്റെ ചേട്ടൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പെൺകുട്ടി എൻ്റെ സെയിം പ്രായമാണ്. അവൾ ഇത്തിരി ഇളക്കക്കാരിയാണ്. ഇതുവരെയും കുട്ടികളൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായതാണ്. അവൾ പറഞ്ഞത് അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നത് ഇഷ്ടമല്ല, അതൊക്കെ ഒരു ബാധ്യതയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. ഞാൻ പറയും, നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, മറ്റാരോടും പറയരുത്. ആൾക്കാർ നിന്നെ കുറ്റപ്പെടുത്തുവെന്നും ഞാൻ എല്ലാവരോടും പറയും. സ്ത്രീയാണെന്ന് പറഞ്ഞ്
ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ നടക്കാനൊന്നും എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത്. അവളുടെ പേര് തൽക്കാലം നമുക്ക് മിയ എന്ന് വിളിക്കാം. ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്. എടി, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനം പറഞ്ഞ് നടക്കരുത്. ആരെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കുലസ്ത്രീ പരിവേഷമെല്ലാം പോകുന്നു. അപ്പോൾ അവൾ പറയും, ആ അത് പിന്നെ കുലസ്ത്രീ ആകേണ്ടടുത്ത് കുലസ്ത്രീ ആകണം, തുള്ളിച്ചാടേണ്ടടുത്ത് തുള്ളിച്ചാടുകയും ചെയ്യണം മോളെ എന്ന് അവൾ എന്നോട് പറയും. എന്തായാലും അവളുടെ സമ്പർക്കം എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കാര്യം കുൽസിതങ്ങളെ പറയൂ. ഞാനാണെങ്കിൽ ഇവിടെ നല്ലവൾ ചമഞ്ഞവഞ്ഞങ്ങ് നിൽക്കും. കാര്യം മറ്റുള്ള സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരെ പറ്റി കംപ്ലൈൻറ്റും അതും ഇതൊക്കെ പറയും. എനിക്കാണെങ്കിൽ ഉള്ളിലുള്ളതൊന്നും തുറന്ന് പറയാനും പറ്റില്ല. അപ്പോൾ കുലസ്ത്രീയായ എനിക്കും ഇടയ്ക്കൊന്ന് ഇളകണ്ടേ? ഇവളുടെ കൂടെ ആകുമ്പോൾ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി. എല്ലാറ്റിനും പോകുന്നത് ഒന്നിച്ചാണ്. അതിനിടയ്ക്ക് അവളൊരു ദിവസം എന്നോട് രഹസ്യം പറഞ്ഞു. എടി മോളെ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഇതുവരെ കുട്ടികളില്ല. അതിന് കാരണം എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാമോ? വ്യക്തമായിട്ടൊന്നും അറിയില്ല. നീ പറഞ്ഞത് നിനക്ക് കുട്ടികളെ വളർത്തുന്നതും പ്രസവിക്കുന്നതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ എന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാമടി, അങ്ങേരെ കൊണ്ട് ഒന്നും നടക്കും തോന്നില്ല. എൻ്റെ ഭർത്താവ് ശരിക്കും ഒരു പാഴ്ജന്മമാണ്. പിന്നെ നീ എന്തിനാണ് അങ്ങനോട് നിൽക്കുന്നത്? അത് പിന്നെ എന്ത് ചെയ്യാനാ? സ്നേഹിച്ചു പോയില്ലേ? ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യമല്ല ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകം എന്താകും? എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എൻ്റെ കാര്യം അങ്ങനല്ല, എന്നാലും കണക്കാണ്. എവിടേക്കോ എന്തൊക്കെയോ കുറവുകളുള്ള ഭർത്താക്കന്മാരെയാണ് നമുക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കണക്കിന് അവരുടെ ഭാഗത്ത് നിന്നും ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ വലിയ സുന്ദരി പെണ്ണുങ്ങളെയും ഏറ്റവും നല്ല സിനിമാടിമാരെ വല്ലതും ആയിരിക്കും സ്വപ്നം കണ്ടത്. അവർക്ക് കിട്ടിയതാരാ? നമ്മൾ. എന്നിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ അങ്ങയുടെ ബലഹീനത മറയ്ക്കാൻ ഞാൻ തന്നെ ഓരോ കഥകളും അങ്ങ് ഉണ്ടാക്കും. അയാൾ അതിന് തലയാട്ടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് തലവേദനയില്ല. ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, രണ്ടുപേർക്കും ആത്മസംതൃപ്തി എന്നൊന്നില്ല. രണ്ടുപേരും അത് തിരഞ്ഞു നടക്കുകയാണ്. പക്ഷേ സാഹചര്യം മൂലം ഭർത്താക്കന്മാരെ സ്നേഹിച്ച് കുടുംബിനികളായി വീട്ടിനുള്ളിൽ ഒരയൂതി കഴിയേണ്ടുന്ന ഒരു വിധി വന്നു. എടി, നീ ശരിക്കും മിടുക്കുകയാണ്. ഇതൊക്കെ സംസാരിക്കും, കിളികിലാന്ന് പാറി പറന്നടക്കും. അപ്പോൾ നിനക്കിങ്ങനൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടി. പിന്നെ അത് മാത്രമല്ല, ഇത്രയൊക്കെ എക്സ്ട്രോവേർട്ടായി നിനക്ക് എന്താ മറ്റൊരാളോട് അടുപ്പമുണ്ടാക്കാൻ ഇത്തിരി പ്രയാസം? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിനക്ക് നേരത്തെ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ തോളത്തമർത്തിക്കൊണ്ട് പറഞ്ഞു, സത്യം എനിക്കില്ലടി. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കും. പക്ഷേ ഇത്രയും നാളായിട്ടും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, പറ്റിയൊരു കൂട്ടുകാരെ കിട്ടണ്ടേ? എവിടെ ചെന്നെന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങ് ശീലാവതികളാണ്. ശീലാവതി കഥകൾ കേട്ട് എനിക്ക് മടുത്തു മോളെ. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ആരെങ്കിലും വേണം. എങ്കിൽ ഞാൻ ദേ ഈ മതിലെടുത്ത് അങ്ങ് ചാടി ഹൈവേയിലോട്ട് പോയി നിന്നേനെ. അയ്യോടി മോളെ, അങ്ങനെ മോഹമൊത്ത് നീ ഹൈവേയിലൊന്നും പോയി നിൽക്കരുതേ. അതെന്താടി? അല്ല, ഇവിടുത്തെ ഹൈവേ ഓൾറെഡി അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഇവിടെ കോമ്പറ്റീഷനാ. ഒരു കാര്യം ചെയ്യ്, നീ ഏതെങ്കിലും ഇട റോഡിൽ പോയി നിൽക്ക് എന്ന് പറഞ്ഞു. അവളപ്പനെ നുള്ളി, ഒന്ന് പോടി. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരിക്കലും മതിൽ ചാടാനും വേലി ചാടാനും ഒന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അതാണ് സിറ്റുവേഷൻസ്. പക്ഷേ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ടും വേറൊരു കാര്യം വിചാരിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല, അങ്ങേർക്ക് നല്ല തണ്ടും തടി സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ, ഉശിരനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്നോട് കൂട്ടുകൂടി അടുത്ത് കഴിയുമ്പോൾ ഒരു റീക്വസ്റ്റ് വയ്ക്കാമെന്ന് ഞാനും വിചാരിച്ചു. എന്ത് റീക്വസ്റ്റ്? അല്ല, നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിൻ്റെ ഭർത്താവിനെ ഞാനും ഒരു താരാട്ട് പാട്ട് പാടി ഉറക്കേനെ. ആഹാ,
അപ്പോൾ നീ എന്നെ കയറി ഒട്ടിയത് ചുമ്മാതല്ല, എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നല്ലേ? ഇതാണ് നിന്റെ ഉദ്ദേശം, എൻ്റെ കുടുംബം തകർക്കുക എന്നുള്ളത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പിന്നെ ഈ കഥയൊക്കെ കേട്ടിട്ട് നിൻ്റെ കുടുംബം ഞാൻ എന്ത് തകർക്കാനാണ്? അങ്ങേര് ഉണരത്തുമില്ല ഉറങ്ങത്തുമില്ല നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, പക്ഷേ എൻ്റെ ഭർത്താവ് നല്ല രുശ്യനായിരുന്നെങ്കിൽ നീ തട്ടിയെടുക്കില്ലായിരുന്നോ? അത് ചിലപ്പോൾ നടന്നേക്കും, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ രണ്ടുപേരും ഹതഭാഗികളല്ലേ മോളെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും പറയുക. പ്രവൃത്തികൾ ഒന്നുമില്ലെങ്കിലും പറച്ചിൽ വളരെ കൂടുതലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കും. ഒരു ദിവസം ഞങ്ങൾ ഒരു 6 മണിയൊക്കെയാണ് വൈകുന്നേരമേ. ആ സമയത്ത് സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അവൾ ഇത്തിരി താമസിച്ചാണ് വന്നത്. ഹസ്ബൻഡ് 8 മണിയാകുമ്പോഴേ വരികയുള്ളൂ. ഞാൻ അവൾക്ക് ചായ ഇട്ട് കൊടുത്തു. ചായ പലഹാരമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോൾ വലിയൊരു ലോറി അത് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൺമുന്നിൽ അവിടെ പാർക്ക് ചെയ്തു. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാറുള്ളതാണ്. ഞങ്ങളത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. പെട്ടെന്ന് അതിൻ്റെ ഡോറ് തുറന്ന് 2 പേര് പുറത്തിറങ്ങി. ഞങ്ങൾ രണ്ടുപേരും അവരെങ്ങനെ നോക്കി. പിന്നെ ആണുങ്ങളല്ലേ, എന്തിനാ നോക്കുന്നത്? അതുമാത്രമല്ല 10-30 വയസ്സുള്ള 2 പേരാണ്. കാണാൻ ഏകദേശമൊക്കെ തമിഴ്നാട്ടുകാരെ പോലെ ഇരിക്കുകയാണ്. പിന്നെ 2 പേരും തമ്മിൽ ഒരു സാമ്യമുണ്ട്, സഹോദരങ്ങളായിരിക്കും, 2 പേരും ഡ്രൈവറായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അതിലൊരാൾ ഞങ്ങളെ ശൂശു എന്ന് വിളിച്ചു. ഞങ്ങളെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും തമിഴ് കലർന്ന മലയാളത്തിൽ പറഞ്ഞു, കുറച്ച് വെള്ളം വേണമെന്ന്. അപ്പോൾ മീ പെട്ടെന്ന് ചോദിച്ചു, അല്ല കുപ്പിയൊന്നുമില്ലേ ആ ലോറിയിൽ നിന്ന്? അപ്പോഴേക്കും അവർ വലിയ 2 കുപ്പിയുമായിട്ട് വീട്ടുമുറ്റത്തേക്ക് വന്നു. എനിക്കാണെങ്കിൽ പേടിയാണ്, കാര്യം അന്യ നാട്ടുകാരൊക്കെയല്ലേ, കുറച്ച് ഭയമുണ്ട്. പക്ഷേ അവൾക്കാണെങ്കിൽ ഒന്നുമില്ല. അവൾ ഉടനെ തന്നെ അത് 2 നിറച്ചു കൊടുത്തു. കരിവീട്ട് കടഞ്ഞെടുത്തതുപോലെ 2 ആണുങ്ങൾ. ശരിക്കുമില്ലേ, അവരുടെ മസിൽസ് കണ്ട് ഞാനിങ്ങനെ നോക്കിയാണ്. ഈ ജിമ്മിലൊന്നും പോയി ഉണ്ടാക്കിയെടുത്തല്ല, അധ്വാനിച്ചുള്ള മസിലുകളാണ്. അടിമുടി ഞാനവരെ ഒഴിഞ്ഞു നോക്കി. പക്ഷേ അവർ വേറെങ്ങ് നോക്കി നിൽക്കുകയായിരുന്നു. വെള്ളം കൊടുത്ത ശേഷം അവരെ പറഞ്ഞു വിടാതെ ഇവളാണെങ്കിൽ അവരോട് പേരെന്താ, എവിടെയാ ഊര്, തമിഴ്നാട്ടിലെവിടെയാ, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ എല്ലാത്തിനും മറുപടിയും കൊടുത്തു. ഞാനെപ്പോഴും 2 പേരെ നോക്കിയാണ്. 2 പേരും തമ്മിൽ നല്ല സാമ്യമുണ്ട്. നല്ല 2 പുരുഷന്മാർ, ഇത്രയും സൗന്ദര്യമുള്ള കറുത്ത ആൾക്കാരൊന്നും കേരളത്തിലില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അവളാണെങ്കിൽ കലാപില എന്തൊക്കെയോ പറയുകയാണ്, പിന്നെ തമിഴും പറയുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവളൊന്ന് തമിഴ്നാട്ടിൽ പോയി, ഇവളൊരു സകല കലാ വല്ലഭയാണല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ഞങ്ങൾ കൂട്ടുകാരികളാണെന്ന്. നിങ്ങൾ ബ്രദേഴ്സാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഒരാൾ പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണെന്ന്. ചുമ്മാതല്ല, നിങ്ങൾ തമ്മിൽ സാമ്യമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് അവർ വെള്ളവുമായിട്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പം ഞങ്ങൾക്ക് ചൂടുവെള്ളമോ വെള്ളമൊക്കെ തന്ന് സഹായിക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താ, ഞങ്ങളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരാമെന്ന്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇടി അവരോട് ഇത്രയും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇവിടെ ദേ എത്രയോ ലോറി ഡ്രൈവർമാർ വന്ന് പാർക്ക് ചെയ്യുന്നതാണ്. ഇന്ന് വരെ ആരും എന്നോട് വെള്ളം ചോദിച്ചിട്ടില്ല. നീ ഇവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ടായിരിക്കും അവർ വെള്ളം ചോദിച്ചെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, എന്നെ കാണുമ്പോൾ വെള്ളം ചോദിക്കാൻ തോന്നും, നിന്നെ കണ്ടപ്പം ഒന്നും തോന്നിക്കാണില്ല. നീ അവരെ ശ്രദ്ധിച്ചോ? എന്ത് നല്ല 2 ആണുങ്ങളാണേ. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആണുങ്ങളല്ലേ, സൗന്ദര്യം നന്നായിട്ടുണ്ട്. അത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നീ ശ്രദ്ധിച്ചില്ലേ, എന്തൊരു മസിലാടി. ഇവിടുത്തെ ആൾക്കാർ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് മസിലുണ്ടാക്കുന്നു. അവരാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്തൊരു ഹോട്ടാം. ഞാൻ പറഞ്ഞു, നിനക്കൊക്കെ എന്താടി, എന്തിൻ്റെ സൂക്കേടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറയുകയാണ്, എടി ഈ സൂക്കേടിൻ്റെ പേര് പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നില്ല, നിനക്കറിയാത്തൊരു നഗ്നസത്യം ഞാൻ പറയാം. എന്താ അത്? ശരിക്കുമില്ലേ, ഈ ലോറി ഡ്രൈവർമാരില്ലേ, അവരാണ് മോളെ ശരിക്കുമുള്ള പുരുഷന്മാർ. അതെന്താ, മറ്റുള്ളവരൊന്നും പുരുഷന്മാരല്ലേ? പുരുഷന്മാരൊക്കെ തന്നെയാണ് മോളെ, പക്ഷേ ഇവരില്ലേ യഥാർത്ഥ പുരുഷന്മാർ. എന്ന് വെച്ചാൽ 18 അടവും അവർക്കറിയാം. സ്ത്രീകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന വർഗമാണ് ഡ്രൈവേഴ്സ്. അതിൽ ലോറി ഡ്രൈവേഴ്സില്ലേ, അവരാണ് ശരിക്കും കില്ലാടികൾ. നിന്നോട് ഇതാര് പറഞ്ഞു? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഒരു അമ്മായിയുണ്ട്, അമ്മായിയുടെ വീടും ഇതേപോലെ ലോറി താവളത്തിനടുത്താണ്. അമ്മായി പറയുന്നത് ഇതുപോലെ നല്ലൊരു അവസരം അമ്മായിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ലെന്നാണ്. അമ്മാവൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് ഡ്രൈവേഴ്സ്.
അവരെക്കുറിച്ച് അമ്മായി വർണ്ണിക്കുന്നത് കേട്ട് കേട്ട് എനിക്കും കൊതിയായി. അപ്പോൾ അമ്മായി എത്ര വർഷമായിട്ട് രംഗത്തുണ്ട്? അതിപ്പോൾ അമ്മായി പണ്ട് മുതലേ എങ്ങനെയാണ്? എനിക്ക് ഏകദേശം ഒരു 20 വയസ്സായപ്പോൾ തൊട്ടാണ് അമ്മായി ഈ കഥകളൊക്കെ എന്നോട് പറയാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞല്ലേ, എനിക്കൊരു ലോറി ഡ്രൈവറെ കല്യാണം കഴിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കല്യാണം നടത്തേണ്ടി വന്നു. പക്ഷേ ഇവർ രണ്ടുപേരെയും ഇപ്പോൾ ഇത്ര അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവരുടെ കൂടെ അങ്ങ് ഒളിച്ചോടി പോയാലോ എന്ന്. പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കല്ലേ? എന്താടി, അവർ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണ്. രണ്ടുപേരും ഒരേപോലെയുള്ള ആളുകളായിരിക്കും. രണ്ട് ഭർത്താക്കന്മാരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? പിന്നെ മലയാളി പെണ്ണുങ്ങളെ അവർക്കെന്താ പൊന്നുപോലെ നോക്കും. അവർ കല്യാണം കഴിച്ച് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാകും. അതിനെന്താടി, അത് അവർ മാനേജ് ചെയ്തോളും. നമുക്ക് വേണ്ടത് നമ്മൾ മാനേജ് ചെയ്യണം എന്നവൾ പറഞ്ഞു. അവളുടെ ഈ പറച്ചിൽ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ തമാശയായിട്ടാണോ? അവൾ പറഞ്ഞു, തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഉള്ളിൽ സീരിയസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അവർ രണ്ടുപേരെയും അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടിമുടി നോക്കിയായിരുന്നു. ഇനി ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയാം എന്നവൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അത്? ഒരു കള്ളി ഇവിടെ ഇരുന്ന് അടിമുടി അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഞാൻ കണ്ടു. ഏത് കള്ളിയെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അവളെന്നെ തൊട്ട് കാണിച്ചു. ഇതാണ് ആ പെരുങ്കള്ളി. എടി, എന്നേക്കാൾ മോഹത്തോടു കൂടി അവരെ രണ്ടുപേരെ നീ അടിമുടി മാറി നോക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ നീയും ചിന്തിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ശരിവെക്കേണ്ടി വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ ഒന്ന് മുട്ടി നോക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പറയാതെ തമാശയല്ലേ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, തമാശയല്ല, അവർ രണ്ടുപേരെയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിനക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്യടി, ഉറപ്പാണ്. ഇത് റിസ്ക് അല്ല. അവരാണെങ്കിൽ ആഴ്ചയിൽ 1-2 വട്ടം ഇവിടെ വരും. ഇവിടെ തന്നെയായിരിക്കും ലോറി പാർക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എടി അല്ല, ഞാൻ അവളോട് സംസാരിക്കും. എന്തായാലും അവൾ താഴെ ഇറങ്ങിപ്പോയി മാഡം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അവരോട് സംസാരിച്ച് അവരുടെ നമ്പർ വാങ്ങിച്ചു. പിന്നീടില്ലേ, അവർ വരുമ്പോഴേക്കും വിളിക്കും. ഇവൾ ഓടി വരും. വലിയ സംസാരമായി ചിരിയായി. അവർക്ക് രണ്ടുപേർക്കും ഇവളെ വലിയ കാര്യമാണ്. എന്നെക്കുറിച്ച് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാ, ഈ റിസ്ക് ഒന്നും എടുത്ത് എനിക്ക് തലയിൽ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ദിവസം അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് അവർ വരും. ഇന്ന് രണ്ടുപേരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് റിസീവ് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, അടുത്തൊക്കെ ആൾക്കാരുണ്ട്, ഈ വഴിയെ പോകുമ്പോഴേക്കും ഒത്തിരി പേര് കാണുമെന്ന്. അവൾ പറഞ്ഞു, അതൊന്നുമില്ല, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ വേറെ സൈഡിൽ കൂടെ വന്നോളും. വേണ്ടാന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു. പക്ഷേ അവൾ കേട്ടില്ല. ഓരോ ആഴ്ചയിലുമായി അവരോടവൾ സൗഹൃദം പുനഃസ്ഥാപിച്ചുകൊണ്ടിരുന്നു. അവരെ കാണുമ്പോഴേക്കും അവൾ ഓടി വരും. അവർക്ക് വലിയ കാര്യം, ഓരോരോ സമ്മാനങ്ങളും മറ്റു പല കാര്യങ്ങളും എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ കൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് രണ്ടു പേർക്കും അവളൊരു ലഹരിയായി മാറി. അവൾ എന്നോട് പറഞ്ഞു, രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് സ്നേഹത്തിൽ. അവർ രണ്ടുപേരെയും എനിക്ക് പിണക്കാനോ ഉപേക്ഷിക്കാനോ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാശും അവളുടെ കയ്യിൽ നിന്ന് അവൾ വാങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വേണ്ട, അത് റിസ്ക്കാണ്, ശരിയാകില്ലെന്ന്. അവൾ പറഞ്ഞു, ഞാൻ അത് നിർത്തും പെട്ടെന്ന് തന്നെ. കാര്യം എനിക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാകണം. ഭർത്താവിൽ നിന്നോ എനിക്കൊരു ഗുണവുമില്ല. അതുണ്ടാകുമ്പോൾ ഞാനെല്ലാം നിർത്തും. അവരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സമ്മതിക്കുമോ? അങ്ങനെയല്ല. കുട്ടികളില്ല, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഉണ്ടാകുന്നു എന്നറിയുന്ന സമയത്ത് ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കാരണക്കാർ അവരാണെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാകും, റിസ്ക് ആക്കുമെന്ന് പറഞ്ഞു. മാഡം, ഞാൻ മൗനമായി അവളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ അവൾ റിസൾട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം അവൾ റെസ്റ്റിലാണ്. ഇവിടെ നിന്നില്ല, അവളുടെ വീട്ടിലേക്ക് പോയി. ഫോണിൽ വിളിക്കും, അവരെ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ദിവസം അവൾ എന്നോട് പറഞ്ഞു, എന്തായാലും നീ വെറുതെ ഇരിക്കുകയല്ലേ, അതിലെ മൂത്ത ആൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും ചോദിക്കും, പക്ഷേ നിനക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ്, അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നിൻ്റെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും ഒരു ദിവസമെങ്കിലും നീ അവനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ നല്ലവനാണ്. അവൻ
വളരെ സവിശേഷതകളുള്ളതാണ്. ആ ഫോട്ടോസൊക്കെ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിരന്തരം അവൾ എനിക്ക് ഫോട്ടോസ് വീഡിയോ അയക്കാൻ തുടങ്ങി. കണ്ട് കണ്ട് കൊതി കൊണ്ട് നിന്ന് കുളിരേ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ മനസ്സിൽ. അവസാനം ഞാൻ ഒരു വട്ടം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ എല്ലാം പറഞ്ഞ് ശരിയാക്കി അങ്ങനെ വിട്ടു. രാത്രിയായപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ എളുപ്പമായിരുന്നല്ലോ. തമിഴൊന്നും എനിക്ക് വശമില്ല. അല്ലെങ്കിൽ ഭാഷയൊക്കെ ലവിനൊരു തടസ്സമാണോ മാഡം? പക്ഷേ തിരിച്ചറിഞ്ഞു എനിക്ക് വേണ്ടത് എന്താണെന്ന്. എനിക്ക് വേണ്ടതിലും വലിയ വലിയ മോഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണ് അയാളെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സ്ത്രീ ആഗ്രഹിച്ച എല്ലാ സ്നേഹപ്രകടനങ്ങളും കൊണ്ട് അയാൾ എന്നെ വീർപ്പ് മുട്ടിച്ചു. സത്യം പറഞ്ഞാൽ അവളെ ആ നിമിഷം ഞാൻ പാതാരവിന്ദം നമിച്ചു. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് മാഡം. നല്ല ഉശിരുള്ള ആണുങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. പല പെണ്ണുങ്ങളും ജീവിതം ചുമ്മാ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് അവൾ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് അങ്ങയുടെ കസിൻ ബ്രദറിനെയും ഞാൻ സ്വീകരിച്ചത്. ഒരു ദിവസം 2 പേരും കൂടി അത്താഴത്തിന് ഒരുമിച്ച് വന്നോട്ടെന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എല്ലാം ശുഭകരമായി പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് റോഡ് സൈഡായതുകൊണ്ട് ആരോ എന്തോ കണ്ടു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഒരു ദിവസം രാത്രിയിൽ വന്ന് കൈയോടുകൂടി ഈ സംഭവങ്ങളെല്ലാം അവിടെ തെളിയിക്കുകയും ചെയ്തു മാഡം. എനിക്ക് അദ്ദേഹത്തോട് ഒരു മറുപടിയും പറയാൻ പറ്റിയില്ല. എന്നെ നന്നായി നോക്കുന്ന മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ജീവിതം മുന്നോട്ട് വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം മാഡം? എനിക്കറിയില്ല ഒരു വഴിയും. കാണിച്ചത് വളരെയധികം തെറ്റാണ്. ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ചതിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ പിറകിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കണമായിരുന്നു. നടന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഭർത്താവ് കോപമുള്ളപ്പോൾ അങ്ങനോട് തർക്കിക്കാതിരിക്കുക, പറയുക സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെയാക്കി. എൻ്റെ വളരെ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നമ്മളതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്തില്ല. നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനൊന്നും പറഞ്ഞില്ല. നമ്മുടെ 2 പേരുടെയും കയ്യിൽ തെറ്റുണ്ട്. എൻ്റെ കയ്യിൽ തന്നെയാണ് വലിയ തെറ്റ്. പക്ഷേ ഇനി തുറന്ന് സംസാരിച്ച് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നായിട്ട് മുന്നോട്ട് പോകാം. ഞാനിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചു. പക്ഷേ അത് ആഗ്രഹങ്ങളും മോഹങ്ങളും കൊണ്ടാണ്. എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ പുരുഷന്മാരും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല. അവർക്ക് മോഹങ്ങളുടെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ തുറന്ന് സംസാരിക്കണമായിരുന്നു. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് സ്നേഹത്തോടു കൂടി അങ്ങനെ തിരിച്ചു വിളിക്കുക. പിന്നീട് തെറ്റ് ചെയ്യാതിരിക്കുക. വന്നെങ്കിൽ പിന്നീട് ഏറ്റവും നല്ലവളായി ജീവിക്കുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിധി അനുസരിച്ച് മുന്നോട്ട് പോവുക. വിവാഹമോചനം നടത്തുക, മറ്റൊരു കല്യാണം കഴിക്കാൻ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ അങ്ങനെ ഇപ്പോൾ മയക്കി കൊണ്ടുവരാൻ മാത്രം മന്ത്രമോ അല്ല നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ സ്നേഹത്തോടുകൂടി സംസാരിച്ച പുള്ളിക്ക് മനസ്സിലാകും സ്നേഹമാണല്ലോ ഒരു ഹീലിംഗ്.